നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 94. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 94. പ്രഥമസ്കന്ധത്തിൽ 8-ാം അധ്യായത്തിൽ 29-ാമത്തെ ശ്ലോകം. മന്യേ ത്വാം കാലം ഈശാനം അനാധിനിധനം വിഭും സമം ചരന്തം സർവത്ര ഭൂതാനാം യന്മിധഃ കലി. മന്യേ ത്വാം കാലം ഈശാനം അനാദിനിധനം വിഭും സമം ചരന്തം സർവത്ര ഭൂതാനാം യന്മിധഃ കലി. എന്താ അതിനർത്ഥം പറയാം? അങ്ങയെ കാലസ്വരൂപനും നിയന്താവും ആദിയും അന്തവും ഇല്ലാത്തവനും പ്രഭുവും സമമാകും വണ്ണം എല്ലാ ദിക്കിലും പ്രവർത്തിക്കുന്നവനും ആകുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഭൂതങ്ങൾക്ക് അന്യോന്യം കലഹം ഉണ്ടാവും. അതിൻ്റെ ഭാവാർത്ഥം കുറച്ച് കഠിനാണ്. ദേവകി പുത്രനായ കൃഷ്ണനെ ഇത്രയൊക്കെ സ്തുതിപ്പാനുണ്ടോ എന്നുള്ള ശങ്കയെ പരിഹരിച്ചും കൊണ്ട് ശ്രീകൃഷ്ണൻ സാക്ഷാത്തായ ഈശ്വരനാണെന്ന് ബോധിപ്പിക്കണം. ഈ ഭാഗവതം പഠിക്കണവർക്ക് ആ ബോധമില്ല, പഠിപ്പിക്കണവർക്കുമില്ല. അപ്പോൾ ദേവകി പുത്രനായ കൃഷ്ണനെ ഇത്രയൊക്കെ സ്തുതിപ്പാനുണ്ടോ എന്നുള്ള ശങ്കയെ പരിഹരിച്ചുകൊണ്ട് സംശയത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രീകൃഷ്ണൻ സാക്ഷാത്തായ ഈശ്വരനാണെന്ന് ബോധിപ്പിക്കുകയാണ്. ഹേ കൃഷ്ണ, അങ്ങ് ദേവകി പുത്രനല്ല, കാലസ്വരൂപനും എല്ലാറ്റിനെയും അതാത് സ്ഥാനങ്ങളിൽ ഇരുത്തി പ്രവർത്തിപ്പിക്കുന്ന ഈശ്വരനും ജനനമരണങ്ങളില്ലാത്ത മഹാപ്രഭുവും എങ്ങും ഒരുപോലെ ഇരിക്കുന്നവനുമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഭൂതങ്ങൾക്ക് തമ്മിൽ കലഹമുണ്ടാകുന്നതല്ലാതെ അങ്ങയ്ക്ക് ആരിലും ഭേദഭാവനയില്ല. ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ ശൂദ്ര സ്ത്രീ പുരുഷ ആൾക്കാർ തമ്മിൽ കലഹിക്കണമെന്നല്ലാതെ അങ്ങക്ക് ആരോടും പ്രത്യേക മമതയോ അല്ലെങ്കിൽ പ്രീതി ഒന്നുമില്ല. അങ്ങ് സാക്ഷി മാത്രം. ഇതാണ് ഏറ്റവും ശരിയായ പഠനം. പ്രബലൻ ദുർബലനെ ഉപദ്രവിക്കുമ്പോൾ നിന്തിരുവടി ഗർവിഷ്ഠന്മാരായ ബലവന്മാരെ സംഹരിച്ച് ശത്രുക്കളെന്ന് പറഞ്ഞാൽ ആരാ? ശത്രുക്കളാരാ? ഒരു സാമാന്യം ഒരു പ്രബലന്മാർ പ്രബലത്വമില്ലാത്തവരെ ധിക്കാരപരമായിട്ട് ഉപദ്രവിക്കുമ്പോൾ ഭഗവാൻ ഏർപ്പെടും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരവസ്ഥയിലും ഭഗവാന്റെ അഹിതത്തിന് കാരണഭൂതരാകരുത്. ഈശ്വരൻ സമാധാനപ്രിയനാണ്. അപ്പോൾ സമാധാനപ്രിയന്മാരെ നമ്മൾ ഉപദ്രവിച്ചാൽ ഈശ്വരൻ ഇടപെടും. ഇതറിയാത്ത ദുർബല ബുദ്ധികളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ ബലവാന്മാരെ സംഹരിച്ച് ലോകത്തിൽ ധർമ്മത്തെ സ്ഥാപിക്കുവാൻ ദേവകി പുത്രനായി അവതരിപ്പിച്ചിരിക്കുന്ന സർവേശ്വരനാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് സാരം പറഞ്ഞിട്ടാണ് 29ാമത്തെ ഈ കുന്തിദേവിയുടെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഒരൊറ്റ ശ്ലോകം മതി. ഇത് അടിച്ച് പറയണം സജ്ജനങ്ങളോട്. അപ്പം അവർക്ക് ബോധോദയം ഉണ്ടാവും. നവേദഗസ്റ്റിൽ ഭഗവം ചികീർഷിതം തവേഹമാനസ്യ നൃണാം വിഡംബനം നയസ്യ കശ്ചിദ്ധയിതോ അസ്തി കർഹിചിത്ത് ദേഷ്യശ്ച യസ്മിൻ വിഷമാമതിർനൃണാം. അതിനേക്കാൾ വലിയ ഒരു ശ്ലോക. നവേദ കശ്ചിൽ ഭഗവം ചികീർഷിതം തവേഹമാനസ്യ നൃണാം വിഡംബനം നയസ്യ കശ്ചിദ്ധയിതോ അസ്തി കർഹിചിത്
ദേഷ്യശ്ച യസ്മിൻ വിഷമാമതിർനൃണാം. വാക്കർത്ഥം പറയാം. ഹേ ഭഗവാനെ, മനുഷ്യരുടെ അനുകരണത്തെ മനുഷ്യരുടെ അനുകരണത്തെ ചെയ്യുന്ന അങ്ങയുടെ പ്രവർത്തിപ്പാനുള്ള ഇഷ്ടം ഒരുത്തനും അറിയുന്നില്ല. അങ്ങ് മനുഷ്യന് ഉചിതമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അത് ആർക്കും മനസ്സിലാവണില്ല. മനുഷ്യരുടെ അനുകരണത്തെ ചെയ്യുന്ന അങ്ങയുടെ പ്രവർത്തിപ്പാനുള്ള ഇഷ്ടം ഒരുത്തനും അറിയുന്നില്ല. യാതൊരു അങ്ങയ്ക്ക് ഒരുവനും പ്രിയനായിട്ടും ദേഷ്യപ്പെടുവാൻ യോഗ്യനായിട്ടും ഒരിക്കലുമില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളിപ്പോൾ 1 കോടി രൂപ ഗുരുവായൂർ അമ്പലത്തിൽ ചിലവഴിച്ചു വിചാരിക്കുക. ഭഗവാൻ ആ വ്യക്തിയോട് ഒരു താല്പര്യമില്ല, ആരോട് ഇഷ്ടമില്ല, ആരോട് ദേഷ്യമില്ല. അതാണ് ഭഗവാൻ നിരാകാരനാണെന്ന് പറഞ്ഞത്. മലന്ന് കിടന്ന് തൊപ്പിയാൽ മാറത്തേന്ന് പറയാൻ കാരണം അതാണ്. ഈശ്വരൻ്റെ നാമത്തിൽ നമ്മൾ പൊതുജനങ്ങളെ കൊള്ളയടിക്കുകയോ അല്ലെങ്കിൽ പൊതുജനങ്ങളെ ഉപദ്രവിക്കുകയോ ചെയ്താൽ അതിൻ്റെ അനർത്ഥങ്ങൾ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരുന്നുള്ളൊരു താത്വികമായ കാര്യം ഇപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഒരുവനും പ്രിയനും ദേഷിക്കപ്പെടുവാൻ യോഗ്യനായിട്ടും ഒരിക്കലും യാതൊരു അങ്ങയിൽ മനുഷ്യർക്ക് ഭേദമുള്ളതായ ഭാവന ഉണ്ടേനും. അതായത് വിഡ്ഢിക്കൂഷ്മാണ്ഡങ്ങളായ അജ്ഞാനതിമിരം ബാധിച്ച ആൾക്കാർ ഇല്ലേ, ചില ബ്രാഹ്മണർ, അങ്ങനെ പറയാം, ചില ബ്രാഹ്മണരെന്ന് കേട്ടോ ഞാൻ പറഞ്ഞത്, എല്ലാ ബ്രാഹ്മണരെന്നും പറഞ്ഞില്ല. നിങ്ങൾക്കൊന്നും ഭഗവാനെ പറ്റി അറിയില്ല, ഞങ്ങൾക്കേ അറിയുള്ളൂ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവർ ഒട്ടും അറിയില്ല എന്നുള്ളതാണ്. ഇത് പറഞ്ഞാൽ നമ്മൾ തെറ്റി. മനസ്സിലായില്ലേ? ഈ ഉച്ചപൂജ കഴിഞ്ഞിട്ട് ചിലവരിങ്ങനെ യൂട്യൂബിൽ കാശുണ്ടാക്കുന്നുണ്ട്, അതും പറഞ്ഞിട്ട്. എന്നാൽ പിന്നെ താനെന്താ ചെയ്യണേ? ഞാൻ കാശുണ്ടാക്കണില്ല. അതല്ലേ കാശുണ്ടായാലും എൻ്റെ മനസ്സിനെ മയക്കാനുള്ളതില്ല. അത് ഞാൻ ധൈര്യമായിട്ട് പറയാം. കാരണം എൻ്റെ ഉദ്ദേശശുദ്ധി എനിക്കറിയാം, എൻ്റെ ഗുരുനാഥനറിയാം, ഭഗവാനും അറിയാം. പിന്നെന്താ, ഞാൻ അത്രേ പറയുള്ളൂ. അപ്പോൾ ഇവിടെ ഭഗവാന് ഭേദഭാവനില്ല, മനുഷ്യർക്ക് ഭേദഭാവനുണ്ട് എന്ന് കുന്തിദേവി ഉറപ്പിച്ചു. ഇനി അതിൻ്റെ ഭാവാർത്ഥം നോക്കിക്കോളൂ. ഹേ ഭഗവാനെ, നിന്തിരുവടി മനുഷ്യനാട്യത്തെ അനുസരിച്ച് വരുന്നതിനാൽ അങ്ങയുടെ അഭിപ്രായം ആർക്കും അറിഞ്ഞുകൂടാ. അങ്ങയുടെ മനസ്സിലെന്താണ് എന്നുള്ളത് അറിയില്ല അല്ലേ? ഇപ്പോൾ ഇന്ന് സമാന്തരമായിട്ട് ശ്രീകൃഷ്ണ കഥാമൃതത്തിൽ പറയണ്ടായി, കംസൻ അക്രൂരനെ ഏൽപ്പിച്ചു വൃന്ദാവനത്തിൽ പോയിട്ട് ബലരാമനെയും കൃഷ്ണനെയും ധനുര്യാഗത്തിൻ്റെ പേരും പറഞ്ഞു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞയച്ചു. അപ്പോൾ ഇദ്ദേഹം തേരിൽ കയറി വരുമ്പോൾ ഒരുപാട്, രാത്രിയല്ലല്ലോ പകലാ, ഒരുപാട് സ്വപ്നങ്ങൾ എങ്ങനെ ഇരിക്കുമ്പോൾ കണ്ടു? ജാഗ്രതാവസ്ഥയിൽ കണ്ടു. അതൊക്കെ സത്യമായി. ഇതന്നെയാണ് അബ്ദുൾ കലാം സാറ് അദ്ദേഹത്തിൻ്റെ അഗ്നിച്ചിറകുകൾ എന്നുള്ള ഗ്രന്ഥത്തിൽ പറഞ്ഞത്. സ്വപ്നം എന്ന് പറഞ്ഞാൽ അതായത് ജാഗ്രതാവസ്ഥയിൽ ഉണർന്നിരിക്കുമ്പോൾ സ്വപ്നം കാണണം, അത് ഫലിക്കും, മറ്റത് ഫലിക്കില്ല. അപ്പം അങ്ങനെ ഇദ്ദേഹം സ്വപ്നം കണ്ടു, ബലരാമനും ശ്രീകൃഷ്ണനും ചെറിയച്ച എന്ന് പറഞ്ഞിട്ട് എന്നെ ഇവരും കെട്ടിപ്പിടിക്കും. അതൊക്കെ നടന്നു. അത് കഴിഞ്ഞിട്ട് സ്വകാര്യമായിട്ട് ശ്രീകൃഷ്ണൻ ചോദിച്ചു മനസ്സിലാക്കി, എന്താ ഈ യാത്രയുടെ ഉദ്ദേശം? അത് അക്രൂരൻ ശരിക്കും പറഞ്ഞു. ഇതാരോട് പറഞ്ഞില്ല? ഗോകുലനാഥനായിരിക്കുന്ന നന്ദഗോപുരോട് പറഞ്ഞില്ല. നന്ദഗോപുരോട് എന്തേ പറഞ്ഞുള്ളൂ? കപ്പം കൊടുക്കാനുള്ളതൊക്കെ എടുത്തോളൂ എന്നേ പറഞ്ഞുള്ളൂ. അപ്പോൾ യശോദമ്മയ്ക്കും അറിയില്ല ചതിക്കുഴിയിലേക്കാണ് വിളിച്ചിട്ടുള്ളത് എന്നുള്ളത്. എന്നാൽ ഭഗവാന്മാർ രണ്ടാൾക്കും നന്നായിട്ട് അറിയാം. അവരെ അപായപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളത് അക്രൂരനും അറിയാം,
ഭഗവാന്മാർക്കും അറിയാം ഞങ്ങളെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ആൾക്കാർ പലതും തെറ്റിദ്ധരിക്കുന്നുണ്ട്. അതിന് ഭഗവാൻ വിചാരിച്ചാൽ അത് മായാണ്, അത്ര വിചാരിച്ചാൽ മതി. അപ്പോൾ ഇവിടെ പറയണു, ഹേ ഭഗവാനെ, നിന്തിരുവടി മനുഷ്യനാട്യത്തെ അനുസരിച്ച് വരുന്നതിനാൽ അങ്ങയുടെ അഭിപ്രായം ആർക്കും അറിഞ്ഞുകൂടാ. അങ്ങയ്ക്ക് ഒരുവൻ പ്രിയനോ മറ്റൊരുവൻ അപ്രിയനോ ആയിട്ടില്ല. എങ്കിലും നിന്തിരുവടി ചിലരെ രക്ഷിക്കുന്നതായിട്ടും മറ്റു ചിലരെ ശിക്ഷിക്കുന്നതായിട്ടും മനുഷ്യദൃഷ്ടിക്ക് തോന്നുന്നുണ്ട്. അത് മനുഷ്യൻ്റെ അജ്ഞാനമാണ്. ഇപ്പം ഞാൻ പലപ്പോഴും പറയുന്നുണ്ടല്ലോ, ഭഗവാൻ ഓരോരുത്തരെയും എൻ്റെ മുമ്പിൽ വെച്ച് എന്നെ രക്ഷിക്കുന്നുണ്ട് എന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്? എൻ്റെയും നിങ്ങളുടെയും ആത്മബലമാണ് ഭഗവാൻ എന്നുള്ളത് വളരെ തുച്ഛ ആൾക്കാരോടെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എന്താ, അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മുടെ ആത്മബലം, നമ്മുടെ ഈ ആത്മാവാണ് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാത്ത ആൾക്കാരാണല്ലോ. അപ്പോൾ മനുഷ്യൻ്റെ രാഗാതിവൃത്തികൾ നിമിത്തം കലുഷിതമായ ബുദ്ധി കൊണ്ട് സമസ്വഭാവനയെ നിന്തിരുവടിയുടെ വിഷമസ്വഭാവനാണെന്ന് കാണുന്നത് കഷ്ടമെന്ന അഭിപ്രായം. ഭഗവാനെ ഏകപക്ഷീയമായിട്ട് പക്ഷപാതിയാണ് എന്ന് ആണല്ലോ ആൾക്കാർ കാണുന്നത്. അവിടെ തെറ്റുപറ്റി എന്ന് പറയുന്നു. അടുത്ത ശ്ലോകം 31. ജന്മകർമ്മച വിശ്വാത്മൻ അജസ്യ അകർത്തുരാത്മന തിര്യഗ്നൃഷിഷു യാതസു തദത്യന്തം വിഡംബനം. ജന്മകർമ്മജ വിശ്വാത്മൻ അജസ്യ അകർത്തുരാത്മന തിര്യഗ്നൃഷിഷു യാതസു തദത്യന്ത വിഡംബനം. സർവസ്വരൂപനായിരിക്കുന്നവേ, ജനനമില്ലാത്തവനും കർത്താവല്ലാത്തവനുമായ ആത്മാവിന് തിര്യക്ക് മനുഷ്യൻ, ഋഷി ഇവരിലും ജലജന്തുക്കളിലും ജനനവും പ്രവൃത്തിയും എന്നത് യാതൊന്നോ അത് ഏറ്റവും അനുകരണം. അർത്ഥം മനസ്സിലായിട്ടുണ്ടാവില്ല, എനിക്കറിയാം. അർത്ഥം അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞാൽ മനസ്സിലാവും. എല്ലാമായി വിളങ്ങുന്ന ഹേ പരമപുരുഷ, ഈശ്വരൻ ആരാ? എല്ലാമായി വിളങ്ങുന്ന ഹേ പരമപുരുഷ, അന്തര്യാമിയും ഓരോ ജീവജാലങ്ങളുടെയും ഉള്ളിലിരിക്കുന്നവനാണ് അന്തര്യാമി എന്ന് പറയുക. അതറിയണില്ല നമുക്ക്, അതെല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റില്ല. അന്തര്യാമി എന്ന് പറഞ്ഞാൽ ആ ചൈതന്യം, ഈ ചൈതന്യം ഉള്ളിലുള്ളതുകൊണ്ടാണ് നമ്മൾക്ക് തോട്ട് പ്രൊവോക്കിംഗ് തോട്ടുകൾ, അതായത് തോട്ട്സ് എന്ന് പറഞ്ഞാൽ ആലോചിക്കുക, അതിനെ പ്രൊവോക്ക് ചെയ്യുക, അതിനെതിരായിട്ടും മറ്റുള്ളവൻ്റെ വിചാരധാരയെ തുരങ്കം വയ്ക്കുന്നതും തൻ്റെ വിചാരധാര മാത്രമാണ് ശരിയെന്ന് പറയുന്നതുമാകുന്ന ഹമ്പക്ക് നടക്കുന്നത് എങ്ങനെയാണ്? ഈ ചൈതന്യം ഉള്ളിലുകൊണ്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അന്തര്യാമിയും ജനനമില്ലാത്തവനുമായി നിന്തിരുവടിക്ക് പന്നി മുതലായ തിര്യക് ജാതിയിലും, പന്നി, ആമ ഒക്കെ ആയിട്ട് ഭഗവാൻ, മത്സ്യം, പിന്നെ വരാഹം ഒക്കെ ആയിട്ട് അവതാരം ചെയ്തിട്ടുണ്ട്. ശ്രീരാമനായിട്ട് രാജസ്വരൂപത്തിൽ മനുഷ്യവർഗത്തിലും, വാമനസ്വരൂപേണ ഋഷിവർഗത്തിലും, മത്സ്യാദിരൂപേണ ജലജന്തുക്കളിലും ജന്മമുണ്ടായതും ഒന്നും ചെയ്യാത്തവനാകയാൽ അകർത്താവായിരിക്കുന്ന അങ്ങയ്ക്ക് സൃഷ്ട്യാദി ലീലകളെ നടത്തണമെന്ന ആഗ്രഹമുണ്ടായതും കേവലം ലീല എന്ന് മാത്രം. കേവലം ലീല എന്ന് പറഞ്ഞാൽ ഭഗവാൻ ലീലയാ വിനോദമാടുന്നു എന്നുള്ള ആപ്തവാക്യം നമ്മൾ പഠിക്കണം. അത് പഠിക്കാണ്ട് അർത്ഥറിയാതെ കണ്ട ആഴ്ചയിൽ 8ഉം 10ഉം ക്ഷേത്രങ്ങളിൽ പോയിട്ട് നാരായണീയം വായിച്ചിട്ട് യാതൊരു കാര്യമില്ല. കാര്യമുണ്ട്. എന്താ, 7-8 ദിവസം വീട്ടിൽ പിന്നെ ആഹരിക്കേണ്ട, നല്ല വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് പോവാം, വീട്ടുകാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. പറഞ്ഞ മനസ്സിലായില്ലേ?
അപ്പോൾ ലീലകളെ നടത്തണമെന്ന് ആഗ്രഹമുണ്ടായതും കേവലം ലീല എന്ന് മാത്രം, വിനോദം എന്നാണെന്ന് പറഞ്ഞത്. ഇനി 32-ാമത്തെ 4 വരി ശ്ലോക ശ്രദ്ധിച്ച് കേൾക്കാം. ഗോപ്യാതേ ത്വയി കൃതാഗസിതാമതാവത് യാതേ ദശാശ്രുകലിലാഞ്ജന സംഭ്രമാക്ഷം വക്രം നിനീയ ഭയ ഭാവനയാ സ്ഥിതസ്യ സാ മാം വിമോഹയതി ഭീരഭി യദ്ബിഭേദി. ഗോപ്യാ ആദതേ ത്വയി കൃതാഗസിതാമതാവാത് യാതേ ദശാശ്രുകലിലാഞ്ജന സംഭ്രമാക്ഷം വക്രം നിനീയ ഭയഭാവനയാ സ്ഥിതസ്യ സാ മാം വിമോഹയതി ഭീരഭിയദ്ബിഭേദി. ചില കഥകളിൽ കൂടെ ഭഗവാനെ പ്രകീർത്തിക്കുകയാണ്. നിന്തിരുവടി അപരാധിയായപ്പോൾ യശോദ കയറെടുത്ത് ആ സമയം കണ്ണീർ കൊണ്ട് കലങ്ങിയ മഷിയോടുകൂടി പരിഭ്രമിക്കുന്ന കണ്ണുകളോടുകൂടിയ മുഖത്തെ താഴ്ത്തിയിട്ട് ഭയമുണ്ടെന്ന് നടിച്ച് നിൽക്കുന്ന അങ്ങയുടെ ആ അവസ്ഥ എന്നെ മോഹിപ്പിക്കുന്നു. എനിക്കൊന്ന് കണ്ടാതല്ലാതെ ഇതാ ആലോചനയ്ക്ക് അവകാശം ഉണ്ടെന്നാ. യാതൊരുവനിൽ നിന്ന് ഭയവും ഭയപ്പെടുന്നു, അങ്ങയിൽ നിന്ന് എനിക്ക് ഭയമുണ്ട് എന്നാണ്. അപ്പോൾ യശോദമ്മ സോറി കേട്ടോ, ഞാൻ ശ്രീകൃഷ്ണ ലീല പറഞ്ഞിട്ട് ഇവിടെ കുന്തിദേവി, യശോദമ്മ അല്ല കുന്തിദേവി. യശോദമ്മയാണല്ലോ കെട്ടിയിടാനൊക്കെ നോക്കിയത്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം, അങ്ങയുടെ ഇപ്പോഴത്തെ മനുഷ്യനാട്യം അത്യാശ്ചര്യം തന്നെ എന്ന് കൃഷ്ണൻ്റെ ബാലലീലയെ ഓർത്ത് കുന്തി ആശ്ചര്യപൂർവ്വം പറയുന്നു. ഹേ കൃഷ്ണ, അങ്ങ് തൈർച്ചട്ടി ഉടച്ചപ്പോൾ, ചട്ടിയാണേ, അത് ആരും മനസ്സിലാക്കിയിട്ടില്ല, സ്വർണ്ണപാത്രം എന്നല്ല, തൈർച്ചട്ടി ഉടച്ചപ്പോൾ കുറ്റക്കാരനായ അങ്ങയെ കെട്ടിയിടുവാനായി യശോദ കയർ കയ്യിലെടുത്തു. ആ സമയത്ത് അങ്ങ് കണ്ണുകളിൽ നിന്ന് വർദ്ധിച്ചൊഴുകുന്ന വെള്ളത്തിൽ കലർന്ന മഷിയോടുകൂടിയും പരിഭ്രമിച്ചു നോക്കുന്ന കണ്ണുകളോടുകൂടിയും ഇരിക്കുന്ന മുഖത്തെ താഴ്ത്തി ഭയപ്പെട്ട മാതിരി നിന്നു. നാട്യം, നടനം. അങ്ങയുടെ ആ അവസ്ഥ എന്നെ വ്യാമോഹിപ്പിക്കുന്നു. എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ജനനമരണ രൂപമായ സംസാരഭയം അങ്ങയെ പേടിച്ചല്ലയോ ഇരിക്കുന്നത്. മൃത്യു ഭഗവാനെ ഭയപ്പെടുന്നുണ്ട്. അതായത് ഭഗവാനിൽ അനുരക്തനായ ഒരാൾക്ക് മൃത്യുവില്ല എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ജനനമില്ല എന്നർത്ഥം. ഇതോടുകൂടി കഴിഞ്ഞു, പിന്നെ ജനനമരണങ്ങളില്ല. അപ്രകാരമുള്ള അങ്ങയുടെ ഭയനാട്യം അത്യാശ്ചര്യം തന്നെ. ഗോകുലത്തിൽ ശ്രീകൃഷ്ണൻ അഭിനയിച്ച കളികളെല്ലാം ഭക്തയായ കുന്തിദേവി ഭാവനാശക്തിയാൽ കണ്ടറിഞ്ഞിട്ടുണ്ടെന്ന് ഇതിൽ നിന്ന് ധരിക്കണം. എന്ന് പറഞ്ഞാൽ കുന്തിദേവിയുള്ള സ്ഥലത്തല്ലല്ലോ ഈ നാട്ടിൽ നടക്കുന്നത്. ഭാവനാശക്തി ആലോചിച്ച് നോക്കണം. അത് ഏറെക്കുറെ എങ്ങനെ വിചാരിച്ചാൽ, ഈ മഹാഭാരത യുദ്ധം കണ്ട് അതേപോലെ ധൃതരാഷ്ട്ര മഹാരാജാവിനെ പറഞ്ഞ് ധരിപ്പിക്കാനുള്ള ഒരു ഡിവൈൻ, അതായത് ഒരു ശക്തി, ഡിവൈൻ ശക്തി അദ്ദേഹത്തിൻ്റെ ഒരു മന്ത്രിയായിരുന്ന സഞ്ജയന് ഭഗവാൻ കൊടുത്തു. വേദവ്യാസനാണ് കൊടുത്തത്. ഭഗവാൻ വേദവ്യാസൻ തന്നെ പറയണം, പറഞ്ഞല്ലേ. അതേപോലെ തൻ്റെ അച്ഛൻ്റെ പെങ്ങളായിരിക്കുന്ന കുന്തി ദേവിക്കുള്ള ഭാവനാശക്തി കൊടുത്തതാരാ? ഭഗവാൻ തന്നെ. കാരണം കുന്തി ദേവിയുടെ മക്കളെ ധർമ്മം വധ ധർമ്മം ചര. അപ്പോൾ ധർമ്മം പറയുകയും ധർമ്മത്തിൽ ചരിക്കുകയും ചെയ്താൽ ധർമ്മം നമ്മളെ രക്ഷിക്കുന്നുള്ള പ്രിൻസിപ്പിളിലാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഭക്തയായ കുന്തി ദേവി ഭാവനാശക്തിയാൽ കണ്ടറിഞ്ഞിട്ടുണ്ടെന്ന് ഇതിൽ നിന്ന് ധരിക്കണം എന്ന് പറഞ്ഞു. ഇനി അടുത്ത ശ്ലോകം 33. കേജിൽ ആഹുരജം ജാതം പുണ്യശ്ലോകസ്യ കീർത്തയേ യതോ പ്രിയസ്യാന്യവായേ മലയസ്യേവ ചന്ദനം. കേജിത് ആഹുരജം ജാതം പുണ്യശ്ലോകസ്യ കീർത്തയേ
യതോ പ്രിയസ്യാന്വയാവയേ മലയസ്യേവ ചന്ദനം. പുണ്യമായ കീർത്തനത്തോടു കൂടിയവൻ്റെ, അതായത് ധർമ്മപുത്രരുടെ കീർത്തിക്കായി കൊണ്ട്, ശ്രദ്ധിക്കണം, പുണ്യമായ കീർത്തനത്തോടു കൂടിയവനാരാ? ധർമ്മപുത്രര്. ധർമ്മപുത്രരുടെ കീർത്തിക്കായിക്കൊണ്ട് പ്രിയനായ യദുവിൻ്റെ കുലത്തിൽ മലയപർവ്വതത്തിൻ്റെ കീർത്തിക്ക് ചന്ദനം പോലെ. മലയപർവ്വതത്തിൻ്റെ കീർത്തി എന്താ? അതിലുള്ള ചന്ദനങ്ങൾ. അതേപോലെ ജനനമില്ലാത്ത അങ്ങയെ ജനിച്ചവനായിട്ട് ചിലർ പറയുന്നു. അങ്ങ് ജനിച്ചിട്ടില്ല, പക്ഷേ ധർമ്മപുത്രരെ എന്താ പറയുക, സംരക്ഷിക്കാനായിട്ട് അങ്ങ് ഉടലെടുത്തു എന്ന് പറഞ്ഞാൽ ഭാരതത്തിൽ ആർക്കൊക്കെ ധർമ്മമുണ്ടോ, ധർമ്മപുത്രരെ ധർമ്മം ഉണ്ടോ, അവർക്ക് ഭഗവാന്റെ എന്ത് കിട്ടും? അനുഗ്രഹാശസ്സുകൾ കിട്ടും, സംരക്ഷണം കിട്ടുന്ന അർത്ഥം. ഒന്ന് തുമ്പാൻ വരുന്നുണ്ട്, തുമ്പണില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വാട്ടം പിടിക്കണത്. എന്താവട്ടെ. അപ്പോൾ 33 കഴിഞ്ഞു. ഇനി 34-ാമത്തെ ശ്ലോകം. അപരേ വാസുദേവസ്യ ദേവക്യാം യാചിതോ അഭ്യഗാത് അജസ്ത്വം അസ്യ ക്ഷേമായ വധായ സുരദ്വിഷാം. അപരേ വസുദേവസ്യ ദേവക്യാം യാചിതോ അഭ്യഗാത് അജസ്ത്വം അസ്യ ക്ഷേമായ വധായ സുരദ്വിഷാം. ജനനമില്ലാത്ത അങ്ങ് ഈ ലോകത്തിൻ്റെ ക്ഷേമത്തിനായിക്കൊണ്ടും ദേവശത്രുക്കളുടെ സുരദ്വിഷാം എന്നാണ്. അപ്പോൾ ദേവശത്രുക്കളുടെ വധത്തിനായിക്കൊണ്ടും പ്രാർത്ഥിക്കപ്പെട്ടവനായിട്ട് യാചിത എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കപ്പെട്ടവനായിട്ടെന്നാ, യാചിക്കുക. എന്നാൽ പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാപിക്കാന്ന് അർത്ഥമുണ്ട്. എന്നാൽ രണ്ടും ഒന്നാണോ? അല്ല. എനിക്ക് വീട് വേണേ, എനിക്ക് കാറ് വേണേ, എനിക്ക് നല്ല പാക്കേജുള്ള പെൺകുട്ടി ഭാര്യ ആവണേ എന്ന് വിചാരിക്കണത് യാചിക്കാം. പ്രാർത്ഥന എന്താ? എനിക്ക് ഒന്നും വേണ്ടേ, എനിക്ക് അങ്ങ് മതി എന്ന് പറഞ്ഞു പ്രാർത്ഥന. പ്രൊഷയോ യാചനയുണ്ട്, പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കപ്പെട്ടവനായിട്ട് വസുദേവൻ്റെ ഭാര്യയായ ദേവകിയിൽ അവതരിച്ചുവെന്ന് മറ്റു ചിലരും പറയുന്നുണ്ട് എന്ന് കുന്തിദേവി. സുതപസ് എന്നും പൃഷ്ണി എന്നും മുൻജന്മത്തിൽ പേരോടുകൂടിയ വസുദേവനാലും ദേവകിയാലും പ്രാർത്ഥിക്കപ്പെട്ടതുകൊണ്ട് ജന്മാതിരഹിതനായ അങ്ങ്, ജന്മം മരണം ഇല്ലാത്ത അങ്ങ്, ഈ ലോകത്തിൻ്റെ ക്ഷേമത്തിനും ദേവശത്രുക്കളെ സംഹരിപ്പാനുമായി വസുദേവ ഭാര്യയായ ദേവകിയിൽ അവതരിച്ചിരിക്കുന്നുവെന്ന് മറ്റു ചിലർ പറയുന്നു. കൃഷ്ണ, അങ്ങനെയും ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അടുത്തത് 35-ാമത്തെ ശ്ലോകം. ഭാരാവതാരായണായന്യേ ഭുവേനാവ ഇവോ ദധോ സീതന്ത്യാ ഭൂരിഭാരേണ ജാതോ ഹി ആത്മഭുവാർത്ഥിതാം. ഭാരാവതരണായന്യേ ഭുവോ നാവ ഇവോ ദധോ സീതന്ത്യാ ഭൂരിഭാരേണ ജാതോ ഹി ആത്മഭുവാർത്ഥിതാം. അധികരിച്ച ഭാരം കൊണ്ട് തളർന്നിരിക്കുന്നതായ ഭൂമിയുടെ സമുദ്രത്തിൽ കപ്പലിൻ്റെ എന്ന പോലെ ഭാരത്തെ തീർക്കാനായിക്കൊണ്ട് ബ്രഹ്മാവിനാൽ പ്രാർത്ഥിക്കപ്പെട്ടവനായിട്ട്, അവിടെ അർത്ഥിത, പ്രാർത്ഥിക്കപ്പെട്ടവനായിട്ട് അവതരിച്ചുവെന്ന് വേറെ ചിലർ പറയുന്നു. എന്താണർത്ഥം? അതിഭാരം നിമിത്തം സമുദ്രത്തിൽ മുങ്ങാൻ ഭവിക്കുന്ന കപ്പലെന്ന പോലെ ഈ ഭൂമിയുടെ അവസ്ഥ എന്താ? 65% ജലത്തിൽ സിംഹാസനോപരി, സമുദ്ര സിംഹാസനോപരിയിലാണ് ഭൂമി ഇരിക്കണതെന്നാ. സമുദ്രമാകുന്ന സിംഹാസനത്തിലാണ് ആരിയ്ക്കണത്? ഭൂമിദേവി. 35% കര. അത് എപ്പോഴാണ് മുങ്ങുക?
ഭാരം. ആരുടെ ഭാരം? ദുഷ്ടജനങ്ങൾ ഭൂമിക്ക് ഭാരമാവുമ്പോൾ ഭൂമി ചിലപ്പോൾ, അതാണ് ഈ ഉരുൾപൊട്ടലും ഈ സുനാമി വരുന്നതൊക്കെ. അതാ, ദുഷ്ടന്മാർ ഭൂമിയിലുണ്ടാവുമ്പോൾ അതിൽ ചിലപ്പോൾ ക്ഷേത്രങ്ങളും പള്ളികളും ഒക്കെ പോവും. അപ്പോൾ ഒരു രസികൻ എന്നോട് പറഞ്ഞു, ഈ വയനാട്ട് ദുരന്തത്തിൽ പള്ളികളും ചർച്ചുകളും അമ്പലങ്ങളൊക്കെ പോയില്ലേ, അങ്ങയുടെ ദേവൻ എന്താ അങ്ങനെ ചെയ്തത് എന്ന്. ഞാൻ ഒന്നും പറഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ അടുത്ത്. എനിക്കൊന്നും പറയാനില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടോ, കാര്യങ്ങൾ കുറേ മനസ്സിലാക്കിയവരോട് നമുക്ക് എന്തെങ്കിലും പറയാം, ഒന്നും മനസ്സിലാക്കാത്തവരോട് നമ്മളെന്താ പറയുക? അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളുണ്ട്. ഭൂമിക്ക് ഭാരം കൂടുമ്പോൾ പിന്നെ എന്താണെന്ന് പറയുക, ഭൂമിയുടെ സന്തുലനാവസ്ഥ നഷ്ടം വരും. അത് ആണ് പൊട്ടലും ചീറ്റിലായിട്ടും അവിടെയും ഇവിടെയും വരുന്നത്. അപ്പോൾ അതിൽ ചിലവർ രക്ഷപ്പെട്ടിട്ടുണ്ട്, ചിലവർ രക്ഷപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ തലയിലെഴുത്തിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, അപ്പോൾ മുങ്ങാൻ ഭവിക്കുന്ന കപ്പലെന്ന പോലെ ദുർജനങ്ങളുടെ അതിഭാരം നിമിത്തം നിലതെറ്റി താഴാൻ ഭാവിക്കുന്ന ഭൂമിയുടെ ഭാരത്തെ നശിപ്പിക്കണമെന്നുള്ള ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥന പ്രകാരം അവതരിച്ചിരിക്കുന്നുവെന്ന് വേറെ ചിലർ പറയുന്നു എന്ന് പറഞ്ഞു. ഇനി അടുത്ത ശ്ലോകം. ഭവേ അസ്മിൻ ക്ലിശ്യം ക്ലിശ്യമാനാനാം അവിടെ ശ്രദ്ധിക്കണം, ഞാൻ ഒന്ന് തെറ്റിപ്പോയി, അപ്പോഴേക്കും ഞാൻ ബ്രേക്ക് കിട്ടും. ഭവേ അസ്മിൻ ക്ലിശ്യമാനാനാം അവിദ്യാകാമകർമ്മഭി ശ്രവണസ്മരണാർഹാണി കരിഷ്യൻ ഇതി കേചന. ഭവേ അസ്മിൻ ക്ലിശ്യമാനാനാം അവിദ്യാകാമകർമ്മഭി ശ്രവണസ്മരണാർഹാണി കരിഷ്യൻ ഇതി കേചന. ഈ സംസാരത്തിൽ അജ്ഞാനം, ആഗ്രഹം, കർമ്മം ഇവ കൊണ്ട് 3 കാര്യങ്ങളാണ്. അജ്ഞാനമുണ്ട്, ആഗ്രഹമുണ്ട്, കർമ്മമുണ്ട്. ക്ലേശിക്കുന്നവർക്ക് കേൾപ്പാനും സ്മരിപ്പാനും യോഗ്യങ്ങളായ കർമ്മങ്ങളെ ചെയ്യുവാനായിട്ട് എന്ന് മറ്റു ചിലർ. ഇപ്പോൾ 2-3 കാര്യങ്ങൾ പറഞ്ഞു. കർമ്മം എന്നുള്ളത് കോമണാണ്. പക്ഷേ അജ്ഞാനം, ആഗ്രഹം, കർമ്മം അതാണെങ്കിൽ മോശമാണ്. എന്നാലോ നമുക്ക് ക്ലേശം വരാൻ എന്താ കാരണം? നമുക്ക് അറിവില്ല, ആഗ്രഹം കൂടി, കർമ്മം ചെയ്യും വേണം. നേരെ മറിച്ച് ശ്രവണസ്മരണാർഹാണി, കേൾപ്പാനും സ്മരിപ്പാനും യോഗ്യങ്ങളായ കർമ്മങ്ങളെ, സജ്ജനങ്ങളെ കേൾപ്പാനും സ്മരിപ്പാനും യോഗ്യങ്ങളായ കർമ്മങ്ങളെ ചെയ്യുവാൻ ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. അജ്ഞാനം കൊണ്ടാണ് അല്ലേ, അജ്ഞാനം, ആഗ്രഹം, കർമ്മം അത് പലപ്പോവില്ല. നേരെ മറിച്ച് സ്മരിപ്പാനും യോഗ്യങ്ങളായ, കേൾപ്പാനും കേൾപ്പാനും സ്മരിക്കാനും യോഗ്യങ്ങളായ കർമ്മങ്ങളോ രക്ഷപ്പെടും ചെയ്യും. അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞിട്ട് നിർത്താം. പരമാനന്ദ സ്വരൂപത്തെ അറിയാതിരിക്കുന്നത് അവിദ്യ. ശ്രദ്ധിക്കുക, പരമാനന്ദ സ്വരൂപം എവിടെ ഇരിക്കുന്നത്? അവരവരുടെ ഹൃദയത്തിലാണ്. അത് അറിയാതിരിക്കുന്നത് അവിദ്യ. അതുനിമിത്തം ദേഹാഭിമാനം, അതിനാൽ കാമം, കാമനിവൃത്തിക്ക് വേണ്ടി കർമ്മം എന്നീ സംഗതികളാൽ എപ്പോഴും സംസാരചക്രത്തിൽ കിടന്ന് ചുറ്റുന്നവരെ അതിൽ നിന്ന് സംരക്ഷിപ്പാൻ തക്ക യോഗ്യതയുള്ളവനും അവർക്ക് കേൾപ്പാനും ഓർമ്മ വയ്ക്കാനും അർഹങ്ങളുമായ കർമ്മങ്ങളെ ചെയ്ത് സംസാരത്തിൽ നിന്ന് ജീവന്മാരെ സംരക്ഷിക്കുവാൻ വേണ്ടി അവതരിച്ചരാണെന്ന് പറയുന്നു മറ്റു ചിലർ. ഇതിലിപ്പോൾ ഏതാ ശരി? ഭഗവാന്റെ ജന്മകർമാദികളെ കീർത്തിക്കുക, സ്മരിക്കുക എന്നിവ കൊണ്ട് തന്നെ സംസാരബന്ധം അറ്റുപോകും എന്ന അഭിപ്രായം. അപ്പോൾ അതിന് വേർപാടും ചണ്ഡികാ ഹോമൊന്നും പറഞ്ഞിട്ടില്ല. ഇതാ ഒരു സോഷ്യൽ ക്രിട്ടിക്കാണ്. അമ്പലങ്ങൾക്ക് വരുമാനം വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല. അതിന്
പഞ്ചയജ്ഞം പറഞ്ഞിട്ടൊന്നുണ്ട്. എന്താ അത്? ഒരാളുടെ വരുമാനത്തിൻ്റെ 20% ക്ഷേത്രഭരണങ്ങൾക്ക് വേണ്ടി കൊടുക്കണം. പറയാണ്ട് കൊടുക്കണം എന്നാണ്. അല്ലെങ്കിൽ ചിത്രയിലൊക്കെ വലിയ ബില്ല് വരുന്നതാണ്. അങ്ങനത്തെവർക്കാണ് പ്രശ്നം ഉണ്ടാവുക. അച്ഛനമ്മമാരെ നോക്കാൻ 20% അവർ ചോദിക്കാതെ കൊണ്ട് കൊടുക്കണം എന്നാണ്. 20% ഋഷി തുല്യരായ അധ്യാപക വൃന്ദങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി കൊടുക്കണം എന്നാണ്. പിന്നെ ഒരു 20% സമൂഹ സേവനത്തിന് വേണ്ടി കൊടുക്കണം എന്നാണ്. ആരാ ഇത് ചെയ്യണത്? 20% അച്ഛനമ്മമാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ലോകം എങ്ങനെയാണോ? അപ്പോൾ ഭാഗവതം ഇതൊക്കെ പറയുന്നുണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യണോ? വിസ്മരിക്കാം. ഏതിനെ സ്മരിക്കണം? അതിനെ നമ്മൾ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് തട്ടി. ഏതിനെ വിശ്വസിക്കരുത് അതിനെ നമ്മൾ പൊക്കിപ്പിടിച്ച് നടക്കണം. അവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത്. അപ്പോൾ ക്ഷേത്രങ്ങളുടെ ഉന്നതിക്ക് വേണ്ടി 20% കൊടുക്കണം എന്ന് ഭാഗവതം പറയുന്നുണ്ട്, പഞ്ചയജ്ഞത്തിൽ പറയണു. അതാരും പറയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ എന്നിവ സംസാരബന്ധം മറ്റു പോവും, സംസാരബന്ധം പോവും. പക്ഷേ നമ്മളതിനു വേണ്ടി പ്രവർത്തിക്കണില്ല. ഇവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.